നമസ്കാരം, ഭാരത് ന്യൂസിലേക്ക് സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ അഴിക്കുള്ളിലായ അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുമെന്ന് പറഞ്ഞ കെജ്രിവാളിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ വിജയ് കുമാർ സക്സേന. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകിക്കൊണ്ടാണ് സർക്കാരിനെ ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ഗവർണർ വ്യക്തമാക്കുന്നത്. ഒരു ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാർ ജയിലിൽ നിന്ന് ഭരിക്കില്ലെന്ന് ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുമെന്ന് AAP നേതൃത്വം പറയുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച അറസ്റ്റിലായ കെജ്രിവാളിന്റെ കസ്റ്റഡി അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2-ന് റോസ് അവന്യൂവിലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടികളിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു. അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിലും ഇടക്കാല ആശ്വാസം ആവശ്യപ്പെട്ടുള്ള ഉപഹർജിയിലും വാദം കേട്ട ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മ EDക്ക് നോട്ടീസ് അയച്ചു. ഏപ്രിൽ 2-നകം മറുപടി നൽകാൻ നിർദ്ദേശിച്ച കോടതി വിഷയം ഏപ്രിൽ 3-ലേക്ക് മാറ്റി. ഹർജിയിൽ അന്ന് അന്തിമ തീർപ്പുണ്ടാകുമെന്നും അറിയിച്ചു. അറസ്റ്റിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജിയുടെ പകർപ്പ് നൽകിയിട്ടില്ലെന്നും മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്നും EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു വാദിച്ചു. 23-ന് നൽകിയ ഹർജിയുടെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് ലഭിച്ചതെന്നും പറഞ്ഞു. കെജ്രിവാളിന് വേണ്ടി ഒന്നിലേറെ അഭിഭാഷകർ ഹാജരാകുന്നതിനെയും അദ്ദേഹം എതിർത്തു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിനുള്ള പാർട്ടിയുടെ ആഹ്വാനത്തെ തുടർന്ന് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ AAP അനുഭാവികൾ ഡൽഹിയിൽ പ്രതിഷേധം പുറപ്പെടുവിച്ചിരുന്നു. പ്രതിഷേധത്തിൽ പങ്കുചേരാൻ ഇന്ത്യ ബ്ലോക്കിനെയും AAP ക്ഷണിച്ചു കഴിഞ്ഞു. അറസ്റ്റിലാകുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ. ED കസ്റ്റഡിയിൽ അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. വീട്ടിൽ നിന്ന് പുതപ്പുകളും മരുന്നുകളും അദ്ദേഹത്തിന് നൽകിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയും വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്ത ശേഷം വ്യാഴാഴ്ച വൈകുന്നേരമാണ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. AAP ദേശീയ കൺവീനർക്ക് EDയുടെ ഏതെങ്കിലും നിർബന്ധിത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് സിറ്റിംഗ് മുഖ്യമന്ത്രിയായ കെജ്രിവാളിന്റെ അറസ്റ്റ് സംഭവിച്ചത്. കഴിഞ്ഞയാഴ്ച ഭാരത് രാഷ്ട്രസമിതി നേതാവ് K കവിത അറസ്റ്റിലായതിന് പിന്നാലെയാണിത്. ഇതേ കേസിൽ ED കസ്റ്റഡിയിലാണ് അവർ ഇപ്പോൾ. മുൻ തെലങ്കാന മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയും മറ്റു ചിലരും കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയ AAP നേതാക്കളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് ED അടുത്തിടെ പ്രസ്താവനയിൽ ആരോപിച്ചിരുന്നു. ഡൽഹി സർക്കാരിന്റെ 2021-22 എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലും ആരോപിച്ചാണ് കേസിൽ AAP നേതാക്കളായ മനീഷ് സിസോദിയും സഞ്ജയ് സിംഗും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഏതായാലും ജയിലിൽ കിടന്ന് ഭരിക്കാമെന്ന കെജ്രിവാളിന്റെ വ്യാമോഹം നടക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് ഗവർണർ.